മലയാളി മാതാപിതാക്കളുടെ എക്കാലത്തെയും വലിയ സ്വപ്നം എന്താണ്? നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകണം, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെല്ലാം ഇന്ന് വലിയൊരു തുക ആവശ്യമാണ്. ലക്ഷങ്ങൾ വേണ്ടിവരുന്ന ഉന്നത പഠനത്തിനും മറ്റു ചിലവുകൾക്കും എങ്ങനെ പണം കണ്ടെത്താമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും സുരക്ഷിതമായ വഴിയാണ് PPF അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. വെറും 500 രൂപ കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ ഈ സമ്പാദ്യം തുടങ്ങാൻ സാധിക്കും. എന്താണ് ഈ PPF എന്ന് പലരും ചോദിക്കാറുണ്ട്. ലളിതമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണിത്. ബാങ്കുകളിൽ നിന്ന് നമ്മൾ ഇടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകളേക്കാൾ സുരക്ഷിതമാണിത്. കാരണം ഇതിന്റെ ലാഭവും പലിശയും നൽകുന്നത് നേരിട്ട് സർക്കാരാണ്. 2026 നിൽക്കുന്ന നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഓരോ വർഷവും ഇതിന്റെ നിയമങ്ങളിലും പലിശ നിരക്കുകളിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ആദ്യമായി നമുക്ക് ഇതിന്റെ യോഗ്യതകളെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ മക്കൾക്ക് 1-2 വയസ്സുള്ളപ്പോഴോ ഈ അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം. കുട്ടിക്ക് 18 വയസ്സ് തികയുന്നത് വരെ അച്ഛനോ അമ്മയ്ക്കോ രക്ഷിതാവ് എന്ന നിലയിൽ ഈ അക്കൗണ്ട് തുടങ്ങാം. ഇതിനെ മൈനർ PPF അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നിവയുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ SBI പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിലോ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ഇപ്പോൾ മിക്കവാറും ബാങ്കുകൾ ഓൺലൈൻ വഴിയും ഈ സൗകര്യം ലഭ്യമാണ്. ഇനി ഇതിന്റെ നിക്ഷേപ രീതിയെക്കുറിച്ച് പറയാം. ഇത് വലിയൊരു ബാധ്യതയാകുമോ എന്ന് പേടിക്കേണ്ട. ഒരു സാമ്പത്തിക വർഷത്തിൽ വെറും 500 രൂപ മാത്രം അടച്ചാൽ മതി. അതായത് മാസം വെറും 40 രൂപയോളമേ വരുന്നുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ 500 1000 ഒക്കെയായി വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും പണം അടയ്ക്കാം. ഈ പദ്ധതിയുടെ കാലാവധി 15 വർഷമാണ്. കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയാൽ 16 വയസ്സാകുമ്പോൾ ഈ അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. അപ്പോൾ ലഭിക്കുന്ന തുക മക്കളുടെ കോളേജ് പഠനത്തിന് വലിയൊരു സഹായകമാകും. ഇനി നിങ്ങൾക്ക് ആ തുക അപ്പോൾ വേണ്ട എങ്കിൽ 5 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാനും സാധിക്കും. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും 5 വർഷം വീതം കൂട്ടിക്കൊണ്ടുപോകാം. അതായത് മക്കളുടെ കല്യാണപ്രായം വരെ ഈ പണം സുരക്ഷിതമായി വളരാൻ അനുവദിക്കാം. പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്നത്. PPFന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ പലിശയാണ്. സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നതിനേക്കാൾ വലിയൊരു തുക പലിശയായി ലഭിക്കും. 2026 കണക്കനുസരിച്ച് ഏകദേശം 7% മുകളിലാണ് പലിശ നിരക്ക്. ഇതിന്റെ മറ്റൊരു ഗുണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശയാണ്. അതായത് നിങ്ങൾ അടയ്ക്കുന്ന പണത്തിനും അതിന്റെ പലിശയ്ക്കും വീണ്ടും പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ചെറിയ തുകയെ വലിയൊരു നിധിയായി മാറ്റാൻ സഹായിക്കും. നികുതി ലാഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർണ്ണ ഖനിയാണ്. നിങ്ങൾ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു തുകയുണ്ടല്ലോ, അതിന് 1 രൂപ പോലും നിങ്ങൾക്ക് സർക്കാരിലേക്ക് നികുതിയായി നൽകേണ്ടതില്ല. നിക്ഷേപിക്കുന്ന തുകയ്ക്കും കിട്ടുന്ന പലിശയ്ക്കും തിരികെ കിട്ടുന്ന തുകയ്ക്കും നികുതി ഇല്ലാതെ EEE വിഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇനി ഇതിലെ ചില നിയന്ത്രണങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 15 വർഷത്തേക്ക് പണം ലോക്ക് ചെയ്യപ്പെടും എന്നതാണ് പ്രധാന കാര്യം. എങ്കിലും അടിയന്തര ആവശ്യങ്ങൾ വന്നാൽ 5-ാം വർഷത്തിന് ശേഷം നിശ്ചിത ശതമാനം തുക പിൻവലിക്കാൻ അനുവാദമുണ്ട്. കുട്ടിയുടെ ചികിത്സയ്ക്കോ ഉന്നത പഠനത്തിനോ വേണ്ടി അക്കൗണ്ട് നേരത്തെ ക്ലോസ് ചെയ്യാനും 2026 നിയമങ്ങൾ അനുസരിച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ സാധിക്കും. കൂടാതെ ഈ അക്കൗണ്ടിലെ പണം ഈടുവെച്ച് നിങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുക്കാനും സൗകര്യമുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടി പറയാം. ഒരു കുട്ടിയുടെ പേരിൽ ഇന്ത്യയിൽ ഒരു PPF അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. അച്ഛൻ ഒരു അക്കൗണ്ട് തുടങ്ങുകയും അമ്മ മറ്റൊരു ബാങ്കിൽ കുട്ടിയുടെ പേരിൽ വേറൊരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. രണ്ടാമത്തെ അക്കൗണ്ടിന് പലിശ ലഭിക്കില്ല. അതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും 500 രൂപ അടയ്ക്കാനും മറക്കരുത്. പണം അടയ്ക്കാൻ മറന്നു പോയാൽ അക്കൗണ്ട് മരവിക്കും. പിന്നീട് ഓരോ വർഷത്തിനും 50 രൂപ വീതം പിഴയടച്ച് അക്കൗണ്ട് വീണ്ടും സജീവമാക്കേണ്ടി വരും. നിങ്ങളുടെ കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർക്ക് ഈ അക്കൗണ്ട് സ്വയം കൈകാര്യം ചെയ്യാം. അതുവരെ രക്ഷിതാവിനാണ് എല്ലാ ഉത്തരവാദിത്വവും. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നോമിനിയെ വയ്ക്കാൻ മറക്കരുത്. അപേക്ഷാ ഫോമിൽ കുട്ടിയുടെ പേരും ജനനത്തീയതിയും രേഖകൾ പ്രകാരം തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. സ്പെല്ലിങ്ങിൽ വരുന്ന ചെറിയ തെറ്റുകൾ പോലും പിന്നീട് പണം പിൻവലിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലർക്കുമുള്ള ഒരു സംശയമാണ് പണം അടയ്ക്കാൻ മുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നത്. പേടിക്കേണ്ട, അക്കൗണ്ട് പൂർണ്ണമായും നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്നാണോ പണം അടയ്ക്കുന്നത് അന്ന് വരെ അടയ്ക്കാനുള്ള തുകയോടൊപ്പം ചെറിയൊരു പിഴയും നൽകിയാൽ മതി. 2026 സർക്കാർ സേവനങ്ങളെല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ബാങ്ക് ആപ്പുകൾ വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പണം അടയ്ക്കാം. മാസത്തിലൊരു ചെറിയ തുക ഓട്ടോമാറ്റിക്കായി അക്കൗണ്ടിൽ മാറുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മക്കളുടെ പേരിൽ പണം സമ്പാദിക്കാൻ സ്വർണ്ണമാണോ അതോ PPF ആണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. എങ്കിലും സ്വർണത്തിന്റെ വിലയിൽ മാറ്റങ്ങൾ വരാം. അത് സൂക്ഷിച്ചു വെക്കാനും റിസ്ക് ഉണ്ട്. എന്നാൽ PPF അങ്ങനെയല്ല. അത് കൃത്യമായ ലാഭം തരുന്ന സർക്കാർ രേഖയാണ്. അതുകൊണ്ട് ഒരു ചെറിയ ഭാഗം സ്വർണത്തിലും വലിയൊരു ഭാഗം PPFലും നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ മക്കളുടെ നാളത്തെ സന്തോഷത്തിനായി ഇന്ന് തന്നെ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്താം. അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നതിന് മുൻപ് ഏറ്റവും പുതിയ പലിശ നിരക്കുകൾ അടുത്തുള്ള ബാങ്കിൽ പോയി ചോദിച്ച് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം.